നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ദിലീപ് സർവശക്തനായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമോ? ഒരു കാലത്ത് മലയാള സിനിമയിലെ സംഘടനകളെല്ലാം തന്നെ ദിലീപിൻ്റെ ചൊൽപ്പടിയിലായിരുന്നു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ, നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്ക, വിതരണക്കാരുടെ സംഘടനയായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഇതെല്ലാം തന്നെ ദിലീപിൻ്റെ ചൊൽപ്പടിയിലായിരുന്നു. കുശാഗ്രബുദ്ധിയായ, തന്ത്രശാലിയായ, കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യമുള്ള, റിസ്ക് എടുക്കുന്ന ദിലീപ് ഇവയെല്ലാം പതിയെ പതിയെ തൻ്റെ കാൽ കീഴിൽ ആക്കുകയായിരുന്നു. അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും വരെ ഭയന്ന ഒരു താരസ്വരൂപമായി ദിലീപ് മാറി. മലയാള സിനിമയിൽ എന്ത് നടക്കണമെന്ന് ദിലീപ് തീരുമാനിക്കുന്ന അവസ്ഥയിലെത്തി. ദിലീപിന് താല്പര്യമില്ലാത്ത ഒരാൾക്ക് പോലും മലയാള സിനിമയിൽ നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലുമെത്തി. അങ്ങനെ എല്ലാ സംഘടനകളെയും തൻ്റെ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട്, തൻ്റെ കക്ഷത്തിലാക്കിക്കൊണ്ട് ദിലീപ് ഒരു ജൈത്രയാത്ര നടത്തുകയായിരുന്നു, ഒരു അശ്വമേധം നടത്തുകയായിരുന്നു. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്തതോടെ ഈ സംഘടനകളിൽ നിന്നെല്ലാം അദ്ദേഹം പതിയെ പതിയെ നിഷ്കാസിതനായി. അമ്മ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതിനെതിരെ പ്രമുഖ നടന്മാർ, ഇന്നസെൻ്റ് അടക്കമുള്ള, മുകേഷ് അടക്കമുള്ളവർ, അല്ലെങ്കിൽ മമ്മൂട്ടി അടക്കമുള്ളവർ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ പൃഥ്വിരാജിനെ പോലെയുള്ള യുവനടന്മാരാണ് അതിശക്തമായി ഇതിനെതിരെ രംഗത്ത് വരികയും ദിലീപിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും, സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തങ്ങൾ പുറത്തിറങ്ങി ജനങ്ങളോട് ഇത് വിളിച്ചു പറയുമെന്ന് അവർ ഈ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ദിലീപ് തുടങ്ങിയ, അല്ലെങ്കിൽ ദിലീപിനെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തിയേ അടങ്ങൂ എന്ന് അന്നത്തെ യുവതാരനിര ദൃഢനിശ്ചയം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമ്മയിൽ നിന്നും അദ്ദേഹത്തിന് നിഷ്കാസിതനാകേണ്ടി വന്നത്. അതുപോലെ തന്നെയായിരുന്നു ഫെഫ്കയിൽ നിന്നും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ നിന്നല്ലാത്ത എല്ലാ സംഘടനകളിൽ നിന്നും. തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു ദിലീപ്. ലിബർട്ടി ബഷീർ എന്ന അധികായനെ ഒതുക്കിയാണ് അദ്ദേഹം ഈ സംഘടന പിടിച്ചത്. അങ്ങനെ ഓരോ സംഘടനയുടെയും തലപ്പത്ത് ദിലീപ് തൻ്റെ പിടി അമർത്തി വെച്ചിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നതും. അപ്പോൾ ഈ സംഘടനകളിൽ നിന്നെല്ലാം അദ്ദേഹം നിഷ്കാസിതനായി. ഇനി സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം ഈ സംഘടനകളിലേക്കെല്ലാം തിരിച്ചു വരും എന്നതാണ്. കാരണം ദിലീപിന് വലിയ സ്വാധീനം ഇപ്പോഴും ഈ സംഘടനകളിലുണ്ട്. ദിലീപുമായി ആത്മബന്ധമുള്ളവരും, ദിലീപ് പറഞ്ഞാൽ കേൾക്കുന്നവരും, ദിലീപ് പറയുന്നതിനപ്പുറം പോകാത്തവരുമെല്ലാം ഈ സംഘടനകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ സംഘടനയെ ഒന്നാകെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു നീക്കമായിരിക്കും ദിലീപ് നടത്താൻ പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനുള്ള സസ്പെൻഷൻ അമ്മ ഉടനെ തന്നെ പിൻവലിക്കുമെന്നാണ് അറിയുന്നത്. കാരണം അദ്ദേഹം കുറ്റവിമുക്തനായാൽ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുമെന്ന് അമ്മയുടെ ഭാരവാഹികൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. ഇപ്പോൾ പുതിയ ഭാരവാഹികൾ, സ്ത്രീ നേതൃത്വമാണ് അമ്മയുടെ തലപ്പത്ത് ഉള്ളതെന്നുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ എന്ത് നടപടി കൈക്കൊള്ളുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അമ്മയിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹം ദിലീപ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിർമ്മാതാക്കൾ അസോസിയേഷനിലും, ഫെഫ്കയിലും, വിതരണക്കാരുടെ അസോസിയേഷനിലും, തിയേറ്റർ ഓണേഴ്സിൻ്റെ സംഘടനയിലുമെല്ലാം താൻ ഈ സംഘടനകൾക്കെല്ലാം തിരിച്ചു വരുമെന്നും ഇതെല്ലാം തൻ്റെ കൈക്കൊമ്പിലാകുമെന്നും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ഈ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദിലീപ് തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞിരുന്നു. കാരണം ഇനി ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും. ദിലീപ് ഒരു ആക്രമിച്ച് കീഴടക്കുകയായിരിക്കും ഈ സംഘടനകളെ മുഴുവൻ. ഇനിയും തൻ്റെ കൈക്കുമ്പിളിലേക്ക്, തൻ്റെ കയ്യിലേക്ക് ഈ സംഘടന നേതൃത്വം വരുമ്പോൾ പിന്നെയും താൻ പറയുന്നതേ മലയാള സിനിമയിൽ നടക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള കഴിവും അതിനുള്ള ധൈര്യവും എല്ലാം ഇപ്പോഴും ദിലീപിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ രണ്ടാമത്തെ പടക്കിറങ്ങൽ, ഈ പടപ്പുറപ്പാടിൽ എല്ലാ സംഘടനകളെയും അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ അദ്ദേഹം ആക്കും. അമ്മയുൾപ്പെടെയുള്ള സംഘടനകൾ ദിലീപിൻ്റെ കാൽച്ചുവട്ടിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഈ മലയാള സിനിമയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ 11:15 ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വന്നതിന് ശേഷം ദിലീപിൻ്റെ പടയോട്ടം തുടങ്ങിയെന്നാണ് ഒരു പ്രമുഖ ചലച്ചിത്രകാരൻ നമ്മളോട് പറഞ്ഞത്.